മലയോര ഹൈവേയിൽ അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുകൾ. എല്ലാ വർഷവും കാട് വെട്ടിമാറ്റാൻ കരാർ നൽകുന്ന പൊതുമരാമത്ത് വകുപ്പ് ഇത്തവണ നടപടി സ്വീകരിക്കാത്തതാണ് കാരണം. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ 1-ാം മൈൽ വളവിൽ അപകടം പതിവാണ്. മഴക്കാലമായതോടെ ഇടതൂർന്നു വളരുന്ന കാടുപടലങ്ങൾ മലയോര ഹൈവേയിലേക്കും പടർന്നു പിടിക്കും. എല്ലാ മഴക്കാലത്തും പൊതുമരാമത്ത് വകുപ്പ് കരാർ നൽകി റോഡിലേക്ക് വളർന്ന കാടുകൾ വെട്ടിത്തെളിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ പൊതുമരാമത്ത് വകുപ്പിന് അനക്കമില്ല. കുട്ടിക്കാനം ഏലപ്പാറ 1-ാം മൈൽ വളവിൽ അപകടങ്ങൾ പതിവായി കഴിഞ്ഞു. ഏലപ്പാറ 1-ാം മൈൽ ഭാഗത്ത് കൊടുംവളവാണ്. ആ കൊടുംവളവിൽ രണ്ട് സൈഡിലും കാടുകൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് വണ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപകടങ്ങളുണ്ടാകുന്നു. ബൈക്കുകാർ തമ്മിൽ അപകടങ്ങളുണ്ടാകുന്നു, ബസ്സുകൾ തമ്മിൽ അപകടങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ റോഡൊട്ടും കാണത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം അവിടുത്തെ ആ രണ്ട് സൈഡിലെയും മരങ്ങളൊക്കെ ഒന്ന് വെട്ടി ആ കാടുകളും വെട്ടി ഒന്ന് ക്ലിയറാക്കി ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. സംസ്ഥാന മലയോര ഹൈവേയുടെ രണ്ട് ഭാഗത്തായിട്ട് കാടുകൾ വളർന്നു നിൽക്കുന്നതാണ്. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എതിരെ നിന്ന് വരുന്ന വണ്ടികളൊന്നും കാണാൻ പറ്റുന്നില്ല. ദിനംപ്രതി ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ഇത് അധികൃതരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഏലപ്പാറയിൽ മാത്രമല്ല മലയോര ഹൈവേയുടെ വിവിധ ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. പുലർച്ചെയും രാത്രിയിലും വാഹനങ്ങൾ കടന്നു വരുമ്പോൾ കനത്ത മൂടൽമഞ്ഞ് ഇറങ്ങുന്ന മേഖല കൂടിയായതിനാൽ ഉടൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൈരളി ന്യൂസ്, ഇടുക്കി.